ഹായ്, ചെസ്സ് കളി പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായേക്കാവുന്ന മലയാളത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നേ അവതരിപ്പിക്കുന്നത്. എൻ്റെ പേര് സലാഹു ചോക്കാട്. ചെസ്സ് കളി എന്ന് പറയുന്നത് രണ്ടു പേർ തമ്മിൽ കളിക്കുന്ന ഒരു കളിയാണ് ചെസ്സ്. രണ്ട് നിറങ്ങളിലുള്ള കരുക്കൾ ഉപയോഗിച്ച് ചെസ്സ് ബോർഡിലാണ് ഇത് കളിക്കുന്നത്. ഓരോ വശത്തും 8 വീതം എന്ന രീതിയിൽ സമചതുരാകൃതിയിലുള്ള 64 ചെറിയ കളങ്ങൾ നിറഞ്ഞതാണ് ചെസ്സ് ബോർഡ് എന്ന് പറയുന്നത്. കളി ആരംഭിക്കുമ്പോൾ ഓരോ കളിക്കാരനും 16 കരുക്കൾ വീതം ഉണ്ടായിരിക്കും. 8 കാലാളുകൾ, 2 കുതിരകൾ, 2 ആനകൾ, 2 തേരുകൾ, ഒരു റാണി അഥവാ മന്ത്രി, ഒരു രാജാവ് എന്നിവയാണവ. പിന്നെ ചെസ്സ് കരുക്കൾ എതിർ കളിക്കാരൻ്റെ രാജാവിനെ ബന്ദിയാക്കുക, അതായത് ചെക്ക്മേറ്റ് ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എതിരാളിയുടെ കരുക്കളെ ആക്രമിക്കാനും വെട്ടിയെടുക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അതായത് രാജാവിനെ ബന്ദിയാക്കുക എന്നതാണ് ലക്ഷ്യം. രാജാവിനെ ബന്ദിയാക്കി രാജാവിന് അങ്ങോട്ടും ഏത് കള്ളങ്ങളിലേക്കും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയും നിൽക്കുന്ന കളത്തിലേക്ക് ഭീഷണിയും വരുമ്പോൾ അത് ചെക്ക്മേറ്റ് എന്ന് പറയും, കളിയിൽ പരാജയപ്പെടും. ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഓരോ ഇതിനെ വെക്കേണ്ട രീതി. കളി തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് ഇത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ക്രമീകരിച്ചിരിക്കും. വെളുത്ത കരുക്കൾ വെച്ച് കളിക്കുന്നയാൾ ബോർഡിൻ്റെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്കും, ഇങ്ങനെ കറുത്ത കരുക്കൾ വെച്ച് കളിക്കുന്ന കളിക്കാരൻ ബോർഡിൻ്റെ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്കുമായി ഇനി പറയുന്ന രീതിയിലാണ് കരുക്കൾ ക്രമീകരിക്കുന്നത്. ആദ്യ വരിയിൽ തേര്, പിന്നെ കുതിര, ആന, മന്ത്രി, അതായത് റാണി, രാജാവ്, ആന, കുതിര, തേര്, ഇങ്ങനെയാണ് വെക്കുക. ചെസ് ബോർഡ് വെക്കേണ്ട രീതി മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഈ മൂല പെട്ടെന്ന് മനസ്സിലാകുന്ന രീതി, ഈ മൂല, അതായത് നമ്മുടെ വലതുവശത്തെ ഏറ്റവും എട്ടാമത്തെ കളം എന്ന് പറയുന്നത് വെള്ളക്കളമായിരിക്കണം എപ്പോഴും വലതുവശത്ത്. കറുത്ത ആളാണെങ്കിൽ കറുത്ത കരുക്കളുള്ള ആളുടെ വലതുവശം വെള്ളക്കളം ആവുന്ന രീതിയിലാണ് ചെസ് ബോർഡ് വെക്കേണ്ടത്. തിരിച്ച് ഇങ്ങോട്ട് ഇവിടെ കറുത്ത കളമാകുന്ന രീതിയിൽ ചെസ് ബോർഡ് വെക്കാൻ പാടുള്ളതില്ല. ആദ്യം വെള്ള കളിക്കാരനാണ് കരുക്കളിൽ ഒന്നിനെ നീക്കി തുടങ്ങുക. വെള്ളക്കരു ആർക്കാണോ ഉള്ളത് അവരാണ് നീക്കേണ്ടത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോന്നിനും ഓരോ നീക്കത്തിന് സവിശേഷ രീതിയുണ്ട്. ഒരു കരുവിനെ അതേ നിറത്തിലുള്ള കരുവിരിക്കുന്ന കളത്തിലേക്ക് നമ്മൾ നീക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ മറ്റു കരുക്കൾ ഇരിക്കുന്ന കളത്തിലൂടെ കരുക്കളെ നീക്കാൻ പാടുള്ളതല്ല. എങ്കിലും ഒരു കരുവിൻ്റെ എതിരാളിയുടെ കരുവിനെ ഇരിക്കുന്ന കളത്തിലേക്ക് നീക്കാവുന്നതാണ്. അതായത് കറുപ്പ് നിൽക്കുന്നതിലേക്ക് വെള്ള കൊണ്ട് നീക്കാവുന്നതാണ്. അങ്ങനെ നീക്കുമ്പോൾ ഉള്ളതാണ് അതിനെ വെട്ടിയെന്നോ പിടികൂടിയെന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ കറുപ്പൊരു കള്ളിയിൽ ഇവിടെ ഒന്നുണ്ടെങ്കിൽ ഞാൻ ഇതുകൊണ്ട് എന്തിനേലും, അതായത് വെള്ള ആ കളത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറുപ്പിനെ നമുക്ക് വെട്ടിമാറ്റി എന്ന് പറയാം. എങ്ങനെയാണ് വെട്ടുന്നത് ഒക്കെ ഓരോന്നിൻ്റെ നീക്കം അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ പിടികൂടി നമ്മൾ വെട്ടിമാറ്റപ്പെടുന്ന കരുക്കൾ ചെസ് ബോർഡിൽ നിന്ന് പുറത്താവും. പിന്നെ ഇതിനൊക്കെ ഓരോ കരുവിനും ഓരോ കരുക്കൾക്കും അതിൻ്റേതായ പാത്തുണ്ട്, അതിൻ്റേതായ വഴികളുണ്ട്. അതായത് അവർക്ക് സഞ്ചരിക്കേണ്ട റൂട്ടുകളുണ്ട്. എങ്ങനെയാണെന്നുള്ളത് റൂട്ടുകൾ ഇപ്പോൾ ഒരു ആന, വെള്ളയിലിരിക്കുന്ന ആന ഈ വെള്ളയിലൂടെ ഇങ്ങനെ അതിൻ്റെ റൂട്ട് വരിക, ഓരോന്നിൻ്റെ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ കാലിലാണ് എന്ന് പറയാം. നമ്മളങ്ങനെയാണ് ചെസ് കളിക്കുമ്പോൾ പറയാം, അതിൻ്റെ റൂട്ടിലാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇനി മുകളിലെ പറഞ്ഞു വരുന്നത് ഈ കാലാളുകൾ രണ്ടാമത്തെ ലൈനിലിരിക്കുന്നതിനെ നമ്മൾ കാലാൾ അഥവാ പടയാളി എന്ന് പറയും. ഇംഗ്ലീഷിൽ ഇതിനെ പോണുകൾ എന്ന് പറയും, PAWN പോൺ. അതുപോലെ ഇതിന് റൂക്ക്, തേര്, നൈറ്റ്, കുതിര, ബിഷപ്പ്, ആന,
ക്യൂന്, അതായത് റാണി, രാജാവ്, കിങ്, ബിഷപ്പ്, നൈറ്റ്, റൂക്ക്, ഇങ്ങനെയാണ് പേരുകൾ ഇതിന് അറിയപ്പെടുക. അപ്പോൾ ഈ പോണിൻ്റെ, അതായത് പടയാളികളുടെ പടയുടെ റൂട്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ നിരയിലാണ് ഇതിനെ വെക്കുക. എല്ലാം ഒരുപോലെ രണ്ടാമത്തെ നിരയിലാണ് നമ്മൾ വെക്കുക. ഇതിൻ്റെ പ്രത്യേകത, കാലാളുകൾക്ക് മുന്നോട്ട് മാത്രമേ നീക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ബാക്കോട്ട് വരാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കുതിരക്ക് ചാടിയോ എല്ലാം പോവാം. കാലാളിന് മുന്നിലേക്ക് മാത്രമേ നീക്കാൻ പാടുള്ളൂ. കളി തുടങ്ങുമ്പോൾ ഓരോ കളിക്കാരനും 8 വീതം കാലാളുകൾ ഉണ്ടാവും. ചില പ്രത്യേക അവസരങ്ങൾ ഒഴിച്ചാൽ കാലാളിന് തൊട്ട് മുന്നിലെ ഒരു കളത്തിലേക്ക് മാത്രമേ നീക്കുവാൻ പാടുള്ളൂ. എങ്കിലും അതുവരെ നീക്കിയിട്ടില്ലാത്ത കാലാളിനെ തൊട്ട് മുന്നിലെ കളത്തിലേക്കോ തൊട്ട് മുന്നിലെ രണ്ടാമത്തെ കളത്തിലേക്കോ നീക്കാം. തൊട്ട് മുന്നിൽ എതിരാളിയുടെ കരു ഉണ്ടെങ്കിൽ കാലാളിനെ ആ കളത്തിലേക്ക് നീക്കാൻ പാടുള്ളതല്ല. കാലാളുകൾ ഉപയോഗിച്ച് എതിരാളിയുടെ കരുക്കൾ വെട്ടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കാലാളിന് തൊട്ട് മുന്നിലെ കളത്തിലേക്കല്ലാതെ നീക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. കാലാളിന് അനുവദനീയമായ 2 പ്രത്യേകതരം നീക്കങ്ങളുണ്ട്, N%, പ്രൊമോഷൻ എന്നിവയെപ്പറ്റി. അത് അവസാനം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ കാലാൾ തൊട്ട് മുന്നിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു വെള്ളക്കളിക്കാരൻ ഫസ്റ്റ് കളി തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞു. അത് ഒന്നും നീക്കാം, നമുക്ക് രണ്ടും നീക്കാം. ഒരു കളി നീക്കണമെങ്കിൽ ഒരു കളി നീക്കാം, 2 കളി നീക്കണമെങ്കിൽ 2 കളിയും നീക്കാവുന്നതാണ്. അപ്പോൾ ഇത് നീക്കുമ്പോൾ ഇത് കരുക്കൾ വെട്ടുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ വെള്ളക്കളിക്കാരൻ കളിച്ചു, അപ്പോൾ കറുത്ത കളിക്കാരൻ ഇത് കളിച്ചു. ഓക്കെ. ഇനി ഒന്നിടവിട്ട കളിയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഒരാൾ നീക്കി കഴിഞ്ഞാൽ വെള്ള കളിക്കാരൻ നീക്കിയാൽ പിന്നെ കറുപ്പ് നീക്കിയാൽ പിന്നെ വെള്ള, അങ്ങനെയാണ് ചെസ്സിൽ കളി വരിക. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പോണുകൾ മുന്നോട്ട് മാത്രമേ പോകാൻ സാധിക്കൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ഇത് വെട്ടൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, തൊട്ട് അടുത്തുള്ള കോണോട് കൂടിയ കളിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോണുകൾക്ക് വെട്ടാൻ പാടുള്ളൂ, കാലാൾ പടക്ക് വെട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇനി വെള്ളയുടെ കളിയാണ്, ഇതിങ്ങനെ വെട്ടാൻ പറ്റില്ല. ഓക്കെ. മുന്നോട്ട് പോക്ക് മാത്രമേ ഉള്ളൂ കാലാൾ പടക്ക്. അത് എതിരാളിയെ വെട്ടണമെങ്കിൽ തൊട്ടടുത്ത ഇടത്തോ വലത്തോ ഉള്ള കള്ളിയിലെ കോണോട് കൂടിയ കള്ളിയിലുള്ളതിനെ മാത്രമേ വെട്ടാവൂ. അപ്പോൾ എനിക്ക് വെള്ളക്കളിക്കാരൻ വേറൊരു ഇത് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ, കറുത്ത ആൾ ഇത് നീക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിതിനെ വെട്ടാം. ഓക്കെ. അങ്ങനെയാണ് ഇതിനെ വെട്ടാം. ഓക്കെ. ഇതാണ് കാലാളുകൾ വെട്ടേണ്ട രീതി. അതായത് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പോക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒരു കളം നീക്കാം, അല്ലെങ്കിൽ 2 കളം നീക്കാം. ഓക്കെ. അങ്ങനെയാണ് പോണുകൾ നീക്കുക. അതേപോലെ തന്നെ ഈ പോണുകളും നീക്കം കറുപ്പിനും വെളുപ്പിനൊക്കെ ഒരേ ലെവലിലാണ് നീക്കമുള്ളത്. പോണിൻ്റെ കാലാൾ പടയുടെ വെട്ട് എന്ന് പറയുമ്പോൾ ഇടത്തെയോ വലത്തെയോ കോണോട് കൂടിയ തൊട്ടടുത്ത കള്ളിയിലെ എതിരാളിയുടെ കളത്തിനെ മാത്രമേ വെട്ടാൻ സാധിക്കൂ. ഓക്കെ. ഇനി കുതിര എന്ന് പറയുന്നത് ചില പ്രത്യേകതകളുള്ള കരുവാണ് കുതിര. മറ്റു കരുക്കൾക്ക് മുകളിലൂടെ നീക്കാവുന്ന ഏക കരുവാണ് കുതിര. ഇതിൻ്റെ നീക്കം എപ്പോഴും എല്ലാ ആകൃതിയിലായിരിക്കും. അതായത് ആദ്യം 2 കളം മുന്നോട്ട്, 1, 2. അപ്പോൾ ഇത് ഇരിക്കുന്ന കളത്തിൽ നിന്ന് ആദ്യം 2 കളം മുന്നോട്ട്, 1, 2, പിന്നെ 1 കളം വലത്തോട്ടോ ഇടത്തോട്ടോ നീങ്ങി അതിൻ്റെ നീക്കം അവസാനിപ്പിക്കുന്നു. ഓക്കെ. അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുതിരക്ക് ഇങ്ങോട്ട് നീങ്ങാം. ഓക്കെ.